ഗിരിയുടെ ഓർമ്മകളിൽ കാരുണ്യത്തിൻ ഹൃദയവുമായി കർത്താവിനൊപ്പം ക്രൂശിതരാകാൻ യാഗവേദിയിൽ അണയാം. ബലിയർപ്പണത്തിനായി അണയാം, ബലിയായി തീരാനണയാം. കാലായി കർത്താവിനൊപ്പം. നിറഞ്ഞവരെ, ഈ ബലിയിൽ ഇന്ന് 1-ാം ജന്മദിനം ആഘോഷിക്കുന്ന പുത്തൻ ചക്കാലക്കൽ എയ്തൻ സിബിൻ്റെ പ്രത്യേക നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ തേക്കാനത്ത് പണ്ടാരവിളപ്പിൽ ചാക്കുണ്ണി, പനക്കൽ ജോൺ സ്റ്റെല്ല ഇഗ്നീഷ്യസ്, പുളിക്കൽ തോമസ് എലിസബത്ത്, മനക്കൽ ഔസപ്പൻ ടോമി, തേങ്ങാപ്പുരയ്ക്കൽ ലാലി മോനി ജോസഫ് എന്നിവരുടെ ആത്മശാന്തിക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പിതാവിനെ പ്രത്യേകം ഓർക്കുന്ന ഈ ദിനത്തിൽ യൗസേപ്പിതാവിൻ്റെ പ്രത്യേകം ആദ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. ഇന്നത്തെ സുവിശേഷത്തിൽ 10 നാണയങ്ങളുടെ ഉപമയാണ് നമ്മൾ വായിച്ചു കേൾക്കുക. മത്തായി സുവിശേഷത്തിൽ താലന്തകളുടെ ഉപമയായിട്ടാണ് ഇത് അറിയപ്പെടുന്നതെങ്കിൽ ലൂക്കാ സുവിശേഷകൻ ഇത് 10 നാണയങ്ങളുടെ ഉപമയായിട്ടാണ് പറഞ്ഞു വയ്ക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തന് വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെടും എന്നാണ് ഉപമ നമ്മളോട് പറയുക. സ്നേഹം നിറഞ്ഞവരെ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വലുതാകാം ചെറുതാകാം, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ വലിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തലിന് സുവിശേഷം നൽകുമ്പോൾ നമുക്ക് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വിശ്വസ്തരായിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി നമ്മുടെ യോഗ്യതകൾ ഏറ്റുപറഞ്ഞ് ഈ ബലിക്കായി നമ്മളെ ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാൽ ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മാനവ രക്ഷാകര രഹസ്യങ്ങളുടെ ആരംഭം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ വിശ്വസ്ത സംരക്ഷണത്തിന് അങ്ങ് പരമേൽപ്പിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥത്താൽ അവയുടെ നിർവഹണം അങ്ങേ സഭ നിരന്തരം കാത്തുപാലിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ ഒരു തുറന്ന വാതിൽ കണ്ടു. കാഹളധ്വനി പോലെ ഞാൻ കേട്ട സ്വരം എന്നോട് പറഞ്ഞു, ഇങ്ങോട്ട് കയറി വരിക, ഇനിയും സംഭവിക്കേണ്ടവ നിനക്ക് ഞാൻ കാണിച്ചു തരാം. പെട്ടെന്ന് ഞാൻ ആത്മീയാനുഭൂതിയിൽ ലയിച്ചു. അതാ സ്വർഗത്തിൽ ഒരു സിംഹാസനം ഒരുക്കപ്പെട്ടിരിക്കുന്നു. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. സിംഹാസനസ്ഥൻ കാഴ്ചയിൽ സൂര്യകാന്തം പോലെയും മാണിക്യം പോലെയുമായിരുന്നു. സിംഹാസനത്തിന് ചുറ്റും മരതകം പോലെയുള്ള ഒരു മഴവില്ലും കാണപ്പെട്ടു. ആ സിംഹാസനത്തിന് ചുറ്റും 24 സിംഹാസനങ്ങൾ, അവയിൽ ധവള വസ്ത്രധാരികളായ 24 ശ്രേഷ്ഠന്മാർ. അവരുടെ ശിരസിൽ സ്വർണ്ണ കിരീടങ്ങൾ. സിംഹാസനത്തിൽ നിന്ന്
മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിനു മുൻപിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ, ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിനു മുൻപിൽ ഒരു പളുങ്കുകടൽ. സിംഹാസനത്തിൻ്റെ മധ്യത്തിലും ചുറ്റിലുമായി 4 ജീവികൾ. അവയ്ക്ക് മുൻപിലും പിൻപിലും നിറയെ കണ്ണുകൾ. ഒന്നാമത്തെ ജീവി സിംഹത്തെ പോലെ, രണ്ടാമത്തേത് കാളയെ പോലെ, മൂന്നാമത്തേത് മനുഷ്യൻ്റേത് പോലുള്ള മുഖം, നാലാമത്തേത് പറക്കുന്ന കഴുകനെ പോലെ. ഈ 4 ജീവികൾക്കും 6 ചിറകുകൾ വീതം. ചുറ്റിലും ഉള്ളിലും നിറയെ കണ്ണുകൾ. രാപ്പകൽ ഇടപെടാതെ അവ ഉദ്ഘോഷിക്കുന്നു: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആ ജീവികൾ സിംഹാസനസ്ഥന് നിത്യം ജീവിക്കുന്നവന് മഹത്വവും ബഹുമാനവും സ്തുതിയും നൽകിയപ്പോഴെല്ലാം ആ 24 ശ്രേഷ്ഠന്മാർ സിംഹാസനസ്ഥൻ്റെ മുൻപിൽ വീണ് നിത്യം ജീവിക്കുന്നവനെ സാഷ്ടാംഗം പ്രണമിക്കുകയും തങ്ങളുടെ കിരീടങ്ങൾ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു: ഞങ്ങളുടെ ദൈവവും കർത്താവുമായ അവിടുന്ന് മഹത്വവും ബഹുമാനവും ശക്തിയും സ്വീകരിക്കാൻ അർഹനാണ്. അങ്ങ് സർവവും സൃഷ്ടിച്ചു. അങ്ങയുടെ ഹിതമനുസരിച്ച് അവയ്ക്ക് അസ്തിത്വം ലഭിക്കുകയും അവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രതാപപൂർണമായ ആകാശവിധാനത്തിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. ഉച്ചത്തിൽ മുഴങ്ങുന്ന കൈത്താളം കൊട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. സർവ്വജീവജാലങ്ങളും കർത്താവിനെ സ്തുതിക്കട്ടെ, കർത്താവിനെ സ്തുതിക്കുവിൻ. സർവശക്തനും കർത്താവുമായ ദൈവം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ഭൂവാസികളെ യഹോവയെ കാർപ്പിടുവിൻ, സന്തോഷത്തോടെ വന്ന് കൂടുവിൻ, സംഗീതത്തോടെ സ്തുതി പാടുവിൻ. അവൻ നല്ലവനല്ലോ, ദയ ഇന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി ഇന്നും അവന്. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ജെറുസലേമിന് സമീപത്തായി ജനങ്ങൾ യേശുവിനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു ഉപമ പറഞ്ഞു. കാരണം ദൈവരാജ്യം ഉടൻ വന്നു ചേരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്തിരുന്നു. അവൻ പറഞ്ഞു: ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി. അവൻ ഭൃത്യന്മാരിൽ 10 പേരെ വിളിച്ച് 10 നാണയം അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യുവിൻ. അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു. ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു. എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു. താൻ പണമേൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചു എന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു. ഒന്നാമൻ വന്ന് പറഞ്ഞു: യജമാനനെ, നീ തന്ന നാണയം 10 കോടി നേടിയിരിക്കുന്നു. അവൻ പറഞ്ഞു: കൊള്ളാം, നല്ലവനായ ഭൃത്യ,
ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. രണ്ടാമൻ വന്നു പറഞ്ഞു, യജമാനനെ, നീ തന്ന നാണയം 5 കൂടി നേടിയിരിക്കുന്നു. യജമാനൻ അവനോട് പറഞ്ഞു, 5 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും. വേറൊരുവൻ വന്നു പറഞ്ഞു, യജമാനനെ, ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ. നിന്നെ എനിക്ക് ഭയമായിരുന്നു, കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ്. അവൻ പറഞ്ഞു, ദുഷ്ടഭൃത്യ, നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും. ഞാൻ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ. പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണമേൽപ്പിച്ചില്ല? എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ? അവൻ ചുറ്റും നിന്നിരുന്നവരോട് പറഞ്ഞു, അവനിൽ നിന്ന് ആ നാണയമെടുത്ത് 10 നാണയമുള്ളവന് കൊടുക്കുക. അവർ അവനോട്, യജമാനനെ, അവന് 10 നാണയമുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുൻപിൽ വെച്ച് കൊന്നുകളയുവിൻ. അവൻ ഇത് പറഞ്ഞതിന് ശേഷം ജെറൂസലേമിലേക്കുള്ള യാത്ര തുടർന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. കാഴ്ച വച്ചിടുന്നു നാഥാ, കാൽത്താരിലെൻ ജീവിതം, കാരുണ്യ സാഗരമേ, കർത്താവേ സ്വീകരിക്കൂ. കാഴ്ച വച്ചിടുന്നു നാഥാ, കാൽത്താരിലെൻ ജീവിതം, കാരുണ്യ സാഗരമേ, കർത്താവേ സ്വീകരിക്കൂ. പാപവും പുണ്യവുമായി ഈ ബലി വസ്തുക്കളെ പാലക സ്വീകരിക്കൂ. പാപി സ്വീകരിക്കൂ. പാപവും പുണ്യവുമായി ഈ ബലി വസ്തുക്കളെ പാലക സ്വീകരിക്കൂ. പാപി സ്വീകരിക്കൂ. കാഴ്ച വച്ചിടുന്നു നാഥാ, കാൽത്താരിലെൻ ജീവിതം, കാരുണ്യ സാഗരമേ, കർത്താവേ സ്വീകരിക്കൂ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സർവശക്തനായ ദൈവമേ, പരിശുദ്ധ കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് അങ്ങയുടെ ഏകജാതനെ ഭക്തിയാദരപൂർവ്വം വിശുദ്ധ യൗസേപ്പ് ശുശ്രൂഷിച്ചതുപോലെ നിർമ്മല ഹൃദയത്തോടെ അങ്ങേ അൾത്താരയെ ശുശ്രൂഷിക്കുവാൻ ഞങ്ങളെയും അർഹരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ സ്മരണയിൽ അർഹമായ സ്തുതികളാൽ അങ്ങയെ മഹത്വപ്പെടുത്തുകയും വാഴ്ത്തുകയും പുകഴ്ത്തുകയും ചെയ്യുന്നത് ഉചിതമാണല്ലോ. അങ്ങയുടെ ഏകജാതനും പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ ജാതനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന് പൈതൃക സംരക്ഷണം നൽകാനായി കന്യകാമാതാവിന്റെ ഭർത്താവായി അങ്ങ് നൽകിയ നീതിമാനായ വിശുദ്ധ യൗസേപ്പ് വിശ്വസ്തനും വിവേകിയുമായ ദാസനായി അങ്ങേ കുടുംബത്തിനു മേൽ അവരോധിക്കപ്പെട്ടുവല്ലോ. അവിടുന്ന് വഴി മാലാഖമാർ അങ്ങയെ മഹിമ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു.
ആധികാരികന്മാർ ഭയഭക്തിയോടെ നിലകൊള്ളുന്നു. സ്വർഗവും ശാക്തികന്മാരും ധന്യരായ സറാഫുകളും ഒരുമിച്ച് ആഹ്ലാദപൂർവം വാഴ്ത്തി പുകഴ്ത്തുന്നു. അവരുടെ സ്വരത്തോട് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിം വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായെന്ന് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. ആരാധന ആരാധന ആയിരം ആരാധന. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ആരാധന ആരാധന ആയിരം ആരാധന. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങയുടെ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസർ ചാക്കുണ്ണി, ജോൺ, സ്റ്റെല്ല, ഇഗ്നേഷ്യസ്, തോമസ്, എലിസബത്ത്, ഔസപ്പൻ, ടോമി, ലാലി, മോനി, ജോസഫ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ മരണത്തിന് സദൃശമായി അവിടുത്തെ ഒന്നായി തീർന്നവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ.
ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. യേശുവേ, നിന്റെ ഹൃദയത്തിലായി എന്നെയും ചേർത്ത് വയ്ക്കണേ. യേശുവേ, നിന്റെ ഹൃദയത്തിലായി എന്നെയും ചേർത്ത് വയ്ക്കണേ. അമ്മതൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. അമ്മതൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ.
ഹൃത്തടത്തിലായി എന്നെയും ചേർത്ത് വയ്ക്കണേ. അമ്മ തൻ കുഞ്ഞിനുമ്മ നൽകുമ്പോൾ എന്നെയും വാരിപ്പുണരണേ. വൈദികർക്കുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന അവിടുത്തെ അഭിഷിക്തരായ വൈദികരെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ വിശുദ്ധീകരണത്തിനും സുവിശേഷാധിഷ്ഠിത ജീവിതത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് യാതൊരാപത്തും കൂടാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ തിരുശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അഭിഷിക്തകരങ്ങൾ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അങ്ങേ ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങേ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയോടുള്ള വിശ്വസ്തതയിൽ എന്നും ജീവിക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കുമാറാകട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കാൻ ഇടവരട്ടെ. ലോകരക്ഷകനായ ഈശോയെ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും അങ്ങേ അമൂല്യമായ തിരുരക്തം പൂശി എപ്പോഴും വിശദീകരിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. ആമേൻ. വൈദികരുടെ പരിസ്ഥമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ദൈവമേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങേക്കായി ഇന്നും സ്തോത്രങ്ങൾ. പാരീതിന്നധിനാഥനാമങ്ങേ ഞങ്ങൾ ഇന്നും സ്തുതിക്കുന്നു. നിത്യസൽപിതാവാകുമങ്ങയെ ആരാധിക്കുന്നു പാരാകെ. ദൈവദൂതന്മാരേവരും പിന്നെ സ്വർഗവാസികൾ സർവരും സ്വർഗവും വാനദൂതവൃന്ദവും സ്വർഗസംഗീതം മീട്ടുന്നു. സൈന്യാധീശനാം ദൈവം സംശുദ്ധൻ, സംശുദ്ധൻ, നിത്യം സംശുദ്ധൻ. കാത്തിടൂ നാഥാ നിൻ ജനങ്ങളെ, ആശീസേകണേ നിത്യവും. നീ ഭരിക്കുക നിൻ ജനങ്ങളെ, ഉന്നതീവർക്കേകണേ നിത്യവും. ഞങ്ങൾ അങ്ങേ വാഴ്ത്തും നിൻ പാവന നാമവും സദാ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ യൗസേ പിതാവിൻ്റെ സ്മരണയിൽ ആനന്ദിക്കുന്ന അങ്ങയുടെ ഈ കുടുംബത്തെ ഈ അൾത്താരയിൽ നിന്നുള്ള ബോധ്യത്താൽ അങ്ങ് പരിപോഷിപ്പിച്ചുവല്ലോ. നിരന്തര സംരക്ഷണത്താൽ അങ്ങ് കുടുംബത്തെ പരിരക്ഷിക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഈ കുടുംബത്തിൻ്റെ മേൽ കാരുണ്യപൂർവ്വം കാത്തുപാലിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. കുർബാനയ്ക്ക് ശേഷം വിശുദ്ധ യൗസേ പിതാവിൻ്റെ നൊവേന ഉണ്ടായിരിക്കും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യ പൂജ സമാപിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
കരയുന്നവർക്ക് ആശ്വാസവും കേഴുന്നവർക്ക് ആശ്രയവുമാകുവാൻ ലോകത്തിൽ അവതരിച്ച കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പശ്ചാത്തപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകി സ്വർഗകവാടം തുറന്നു തരുവാനാഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും ദയാനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ മിശിഹായുടെ വളർത്തുപിതാവും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ഭർത്താവുമായ വിശുദ്ധ യൗസേപ്പിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. തിരുക്കുടുംബ പാലകനും നൽമരണ മധ്യസ്ഥനുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ ശ്രവിക്കണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. നവനാൾ ജപങ്ങൾ നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. ഭാഗ്യപ്പെട്ട് വിശുദ്ധ യൗസേപ്പേ, തിരുക്കുടുംബത്തിന്റെ പാലകനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ കാവൽക്കാരനുമായ അങ്ങേപ്പക്കൽ ഞങ്ങളിതാ അണയുന്നു. മഹാവിരക്തനും നീതിമാനുമായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും തെറ്റിദ്ധാരണകളും പ്രയാസങ്ങളും ഇല്ലാതാകുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. നൽമരണം നൽകുന്നതിനും കന്യകകൾക്ക് കാവലാകുന്നതിനും കഴിവുള്ള അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. തിരുക്കുടുംബ പാലകനായ മഹാവിശുദ്ധനെ തെറ്റിദ്ധാരണകളിലും ഭിന്നതകളിലും ഞങ്ങളുടെ കുടുംബാന്തരീക്ഷം കലുഷിതമാവാതെ അങ്ങ് പരിരക്ഷിക്കണമേ. ദാമ്പത്യ ജീവിതത്തിലെ ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാനും മക്കളെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി പുണ്യത്തിൽ വളർത്തുവാനും മാതാപിതാക്കന്മാരെ സഹായിക്കണമേ. അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങൾ എന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മീയവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ നിയോഗങ്ങളും നിശബ്ദമായി ഒരു നിമിഷം നമുക്ക് ഓർക്കാം. ഏറ്റുചൊല്ലാം. ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ആശ്വാസവും ഉത്കണ്ഠകളിൽ സമചിത്തതയും സംശയങ്ങളിൽ വിവേകവും പ്രലോഭനങ്ങളിൽ വിജയവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അങ്ങയുടെ സഹായത്താൽ ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും ദൈവസ്നേഹത്തിൽ അഭിവൃദ്ധിപ്പെടുവാനും അവസാനം നൽമരണം ലഭിച്ച് അങ്ങയോടും അങ്ങയുടെ വളർത്തുകുമാരനായ യേശുവിനോടും കൂടി നിത്യമായി വാഴുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നേടിത്തരണമേ. ആമേൻ. ഭക്തിവിശ്വാസത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും യാചനകൾ കർത്താവായ യേശുവിന്റെ വളർത്തുപിതാവും നമ്മുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ സവിധത്തിൽ നമുക്ക് സമർപ്പിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന അങ്ങേ ജനം ഈ നവനാൾ പ്രാർത്ഥന വഴി ക്രൈസ്തവ ചൈതന്യം നവമായി ഉൾക്കൊണ്ട് പൂർവോപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവ് വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാനും മറ്റെല്ലാ സഭാ പാലകന്മാർക്കും വൈദികർ സന്യാസികൾക്കും എല്ലാ വിശ്വാസികൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മനുഷ്യരും സൃഷ്ടാവായി അങ്ങേ അറിഞ്ഞ് അങ്ങയുടെ കൽപ്പനകൾ അനുസരിച്ച് പരസ്പര സ്നേഹത്തിൽ ഒന്നിച്ചു ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യുവതി യുവാക്കൾ
ശുദ്ധതയെന്ന പുണ്യത്തിൽ സ്ഥിരമായി ജീവിച്ച് അവരുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും അത് വിശ്വസ്തയോടെ പരിപാലിക്കുവാനും അവരെ അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. അങ്ങയുടെ സഹായം തേടി എത്തിയിരിക്കുന്ന സന്താന സൗഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് അങ്ങ് ദാനമായ കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. തീരാവ്യാധികൾ മൂലം നിരാശനായി ഈ ആലയത്തിലെത്തിയിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യവും സ്വസ്ഥതയും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിന്റെ വളർത്തുപിതാവും തിരുക്കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധ ഔസേപ്പ് പിതാവിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാക്ഷത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നമ്മുടെ സഹായം കർത്താവിന്റെ നാമത്തിൽ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ പ്രാർത്ഥന കേൾക്കണമേ. നിലവിളി അങ്ങ് പകലത്തുകയും ചെയ്യട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ദൈവമേ, ശാരീരിക അസ്വാസ്ഥ്യം മൂലം ക്ലേശിക്കുന്ന അങ്ങയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ പീഡകളും സഹനങ്ങളും വഴി ഞങ്ങൾ കൂടുതൽ പവിത്രീകൃതരാകുവാനും അങ്ങേ കാരുണ്യത്താൽ രോഗവിമുക്തരാകുവാനും അനുഗ്രഹിക്കണമേ. ഈ അനുഗ്രഹങ്ങൾ അങ്ങേ തിരുക്കുമാരന്റെ വളർത്തുപിതാവും ഞങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവ് വഴി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. അനുഗ്രഹ പ്രാർത്ഥന. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ വത്സലപുത്രന്റെ വളർത്തുപിതാവായ വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ പക്കൽ ഓടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. ഈ വന്യപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കുന്ന എല്ലാവരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയസമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമെന്ന് നിത്യം ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെ നൊവേനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ ഉദ്യമങ്ങളിലും പ്രാർത്ഥനകളിലും സമൃദ്ധമായി ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ശുദ്ധീകരണാത്മാക്കളുടെ വണക്കമാസം 18-ാം തീയതി ജപം നമുക്ക് ഏറ്റുചൊല്ലാം. പിതാവായ സർവശക്തനായ ദൈവമേ, അങ്ങയുടെ സ്നേഹകുമാരനും ഞങ്ങൾക്ക് രക്ഷകനുമായിരിക്കുന്ന ഈശോ മിശിഹ അനുഭവിച്ച പീഡകളെയും കുരിശുമരണത്തെയും ചിന്തിയ തിരുരക്തത്തെയും ഓർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ സഹനങ്ങളുടെ കാലാവധി കുറച്ച് അങ്ങേ സന്നിധാനത്തിലേക്ക് അവരെ വിളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. ഈശോ മിശിഹായുടെ തിരുഹൃദയമേ, ഞങ്ങളുടെ മേൽ അലിവായിരിക്കണമേ. സൽക്രിയ. ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാക്കളെ കുറിച്ച് ഇന്ന് ഒരു നേരത്തെ ആഹാരത്തിന്റെ ഒരു ഭാഗവും ഉപേക്ഷിച്ച് അത് ഭിക്ഷക്കാർക്ക് കൊടുക്കുക. ഒപ്പിസ്. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കീഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കണമേ. അൻപോടിൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. ഞങ്ങളുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ രക്ഷിക്കണമേ. കാരുണ്യവാനായ ദൈവമേ, ലോകത്തിൽ ഞങ്ങളുടെ പക്കലേക്ക് വിളിക്കുവാൻ തിരുവുള്ളമായ അങ്ങയുടെ ദാസർ പടമാട്ടുമ്മൽ ദേവസി സെലീന ആനി
പയ്യകത്തോട് ഔസോ, മറിയം, ജോസ, കുരിശിങ്കൽ വർഗീസ് സ്റ്റാൻലി എന്നിവരുടെ ആത്മാക്കളെ സ്വീകരിക്കണമേ. ഇവരെല്ലാ പാപങ്ങളിൽ നിന്ന് മോചിച്ച് നിത്യമായ ശാന്തിയും പ്രകാശവും ആനന്ദവും നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളോ രക്ഷയെ പാരിടത്തിൽ ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ നിന്നെ വണങ്ങിടുന്നു. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളെ കുരിശിന്റെ ദിവ്യരഹസ്യത്താൽ ശക്തിപ്പെടുത്തുകയും അങ്ങ് തിരുക്കുമാരന്റെ മകനീയമായ പുനരുത്ഥാന ജനത്താൽ അടയാളപ്പെടുത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസരായ കുഞ്ഞപ്പൻ, ഏഞ്ചൽ, ദേവസി, സെലിൻ, കുഞ്ഞുമോൻ എന്നിവരെ പാപഫലങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സമൂഹത്തിലേക്ക് സ്വീകരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആത്മാവിൻ പ്രത്യാശ നിൻമൊഴിയും ഇരവാകെ കാവൽക്കാർ ജാഗ്രതയിൽ പുലരി പാർത്തിരിക്കുന്നതുപോ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രൻ മരണത്തെ കീഴടക്കി സ്വർഗീയ മഹിമയിൽ പ്രവേശിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. നശ്വരമായ ഐഹിക ജീവിതം വിജയപൂർവ്വം തരണം ചെയ്ത പ്രിയ സഹോദരർ പച്ചിക്കൽ ഫ്രാൻസിസ് ജോസഫ്, ഏലമ്മ, എൽമ മോൾ, പുത്തൻവീട്ടിൽ മത്തായി, വറീദ്, കുഞ്ഞമ്മ, തോമസ് എന്നിവർ തങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായി അങ്ങയെ ദർശിച്ച് നിത്യനിർവൃതി അടയുവാൻ കനിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പാർത്തിരിപ്പൂ ഇസ്രയേലുമേവം പ്രത്യാശ വെച്ചു. ഇസ്രയേലിൻ രക്ഷകൻ നീയാണല്ലോ, കാരുണ്യം തൂകുന്ന പാലകനും. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കാരുണ്യവാനായ ദൈവമേ, മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയ സഹോദരർ പൈലി, മേരി, റാഫേൽ, സെലീന, അജീഷ്, ലോനൻ, ദേവസി, അന്നം, ചീക്കു, ബ്രിജിറ്റ്, കമൽ എന്നിവർ മാലാഖമാരോടും വിശുദ്ധരോടുമൊത്ത് സ്വർഗത്തിൽ അനവരതം അങ്ങയുടെ തിരുമുഖം ദർശിച്ച് ആനന്ദിക്കുവാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ദൈവമേ, നീ ശാശ്വത വിശ്രാന്തി നൽകിടേണേ. നിത്യമാം ശിക്ഷ വിധിയിൽ നിന്നും മൃത്യുവരിച്ചോരെ മോചിക്കണം. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരർ പള്ളിയിൽ പോൾ, മാത്യു, റോസ, പൈലി, ത്രേസ്യ, തോമസ്, രാജൻ, തോമസ് എന്നിവർക്ക് പാപങ്ങളിൽ നിന്ന് മോചനവും അങ്ങയുടെ രക്ഷാകര കർമ്മത്തിൽ നിന്നുളവാകുന്ന സന്തോഷത്തിൽ പങ്കാളിത്തം ലഭിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ.
കർത്താവ് ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ദേശവരുടെ മേൽ പ്രകാശിക്കുകയും ഈ ചെയ്യും. സഹോദരരുടെ ആത്മാക്കളും മരിച്ചുപോയ മറ്റുള്ള വിശ്വാസികളുടെ ആത്മാക്കളും കർത്താവിന്റെ കാരുണ്യത്താൽ സമാധാനത്തിൽ ആശ്വസിക്കട്ടെ. ആമേൻ. യേശുവിൻ വളർത്തു താതനേ, മേരിതൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ തൃക്കഴൽ വണങ്ങി വാഴ്ത്തിടാം. വാനദൂതരൊന്നു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. വാനദൂതരൊന്നു ചേർന്നു നിൻ ഗാനമാലപിച്ചിടുന്നിതാ. പാരിലും തവാർത്ത ഭക്തരും പാടിടാം മനോജ്ഞഗീതികൾ. പാരിലും തവാർത്ത ഭക്തരും പാടിടാം മനോജ്ഞഗീതികൾ. യേശുവിൻ വളർത്തു താതനേ, മേരിതൻ വിരക്ത കാന്തനേ, തൃക്കുടുംബനാഥനേ മുതാ തൃക്കഴൽ വണങ്ങി വാഴ്ത്തിട.